വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുരിശി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 6 തീയതി നവംബർ മാസം 2025 രാവിലെ 7:56 ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഈ ചാർട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, അതിനൊരു സോറി ചോദിക്കുകയാണ്. പറ്റുന്ന ദിവസം വീഡിയോ ഇടുന്നതാണ്. ഞാനൊരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു പാസീവ് ഇൻകം മാസം എൻ്റെ ചെറിയൊരു ക്യാപിറ്റലിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ കൂടെ 25% കൂടുതൽ ഞാൻ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇത് സാധാരണക്കാരനും എല്ലാവർക്കും പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് കൺട്രോളാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സക്സസ് ആവാൻ പറ്റും, അതിൻ്റെ അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഒരു ചില ആൾക്കാരുടെയൊക്കെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ രീതി. അതല്ല കാര്യം. അത് കണ്ടുപിടിച്ചാലും അങ്ങനെ പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റത്തില്ല. അതിനൊരു സെറ്റപ്പ് നിങ്ങൾ റെഡിയാക്കണം. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുടെ ബാക്കിൽ പോയാൽ മാത്രമേ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് വച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമ്മളൊരു സിമ്പിൾ സ്ട്രാറ്റജിയും അതിൻ്റെ ലൈവ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത്. കാരണം പോയിൻ്റ് ഓഫ് കൺട്രോൾ മാത്രമല്ല ഇതിനകത്തുള്ളത്, പക്ഷേ അത് ഏറ്റവും നമുക്ക് കൂടുതൽ നമുക്ക് വിശ്വസനീയമായിട്ടും ഈസി ആയിട്ട് എൻട്രിയും എക്സിറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് നമ്മൾ റെഡിയാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാര്യത്തിൽ ഞാനിത് പറയുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന വലിയൊരു ടൂളിൻ്റെ നിറച്ച് വർഷങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് മാർക്കറ്റിനെ കാൽക്കുലേഷൻ എടുത്ത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം 2 കാര്യം. ഒന്ന് TPO, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി, വേറൊന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് ഓപ്ഷൻ പ്രീമിയറിൽ എങ്ങനെ വർക്ക് ചെയ്യും, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും റിജക്റ്റ് ചെയ്യുന്നത്, ഈ പ്രൈസ് ലെവലിൽ വരുമ്പോൾ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇങ്ങനെ കുറേ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫൈനൽ രൂപമാണ് ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പ്രീമിയത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തന്നെ വീഡിയോയിൽ പെട്ടെന്ന് തീർക്കാം. കാര്യം നമ്മൾ വീഡിയോ 6-7 മിനിറ്റിൽ കൂടുതൽ പോകാറില്ല. അത് കുറേ ആൾക്കാർ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാര്യത്തിൽ നമുക്ക് ഈ NSE ഡിസൈൻ ചെയ്തേക്കുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഡെറിവേറ്റീവ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. NSE പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലിങ്ങിന് നിറച്ച് സ്ട്രാറ്റജീസ് ഫ്രീ ആയിട്ട് കിട്ടും. കാശ് കൊടുത്തൊന്നും ആരുടെടുത്തും പോയി പഠിക്കരുത്. കാര്യത്തിൽ ഞാൻ കാശ് കൊടുത്ത് പഠിച്ചില്ല. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് ബിജോയ് സാർ എന്ന് പറഞ്ഞൊരു വലിയൊരു അദ്ദേഹമാണ് നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ വരാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും തുടങ്ങി വെച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവും നമ്മളൊരു കുറച്ച് കൂട്ടായ്മ, ഒരു 10-15 പേരുള്ള ഒരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് പ്രൊഫൈലിനെ ഡിസ്കസ് ചെയ്ത് പഠിച്ച് ഒരു ഈക്വൽ ഡിസ്കഷനിലായി. അങ്ങനെയാണ് ഞാൻ വരുന്നതും ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് കൂടുതൽ ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ TPO ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ്സും ഒക്കെ വച്ച് ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതൊക്കെ ഈ ചാർട്ടിനകത്ത് ഇട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ ഇടുന്നത്. ഈ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. കാര്യത്തിൽ മാർക്കറ്റ് പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലാണ്, 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് നമുക്ക് ന്യൂവാൻസസ് അതിനകത്ത് കാണാൻ പറ്റുക. പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കണം എന്നുള്ളത്. കാര്യത്തിൽ അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവമുണ്ട്, ഓപ്പൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺ. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺ സ്ട്രാറ്റജി തന്നെ അത് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ലെവൽ ഞാൻ ഇതിനകത്ത് ഇടുന്നത്. സോ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ, ഇനി നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയുന്നത് കുറയ്ക്കും. കാര്യത്തിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊന്നും വരാറില്ല, വെറുതെ POC എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് വരുന്നത്. അപ്പം അതല്ലാതെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 145 രൂപയാണ്. അത് നോക്കുക. ഇതാണ് ലെവൽസ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ലെവൽസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നോക്കുക. എങ്ങനെയാണ് നമുക്കിന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് എന്നുള്ളത് നോക്കുക. ഇനി നല്ലൊരു ഡൗൺഫോൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു താഴോട്ടുള്ള മൂവ് നിഫ്റ്റി യാത്ര ചെയ്യണം താഴോട്ട് തന്നെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്കോ, ഫോർ എക്സാമ്പിൾ 25,650 ആണെന്ന് വെച്ചോളൂ, എക്സാമ്പിളാണ് പറയുന്നത്. 25,650 പുട്ട്
ഡേ ഓപ്പണിന് മുകളിലും PDH പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലും PDC പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലും സസ്റ്റെയിൻ ചെയ്യണം. എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് കൂടുതൽ താഴോട്ടുള്ള മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എക്സാമ്പിളാണ്. അത് ഏത് സ്ട്രൈക്കാണെങ്കിലും അത് ബാധകമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സൈഡ് വേസ് ആകും, അല്ലെങ്കിൽ ചെറുതായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ, റിവേഴ്സലാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കറക്റ്റിൽ ഈ വന്ന് നിൽക്കുന്ന സ്ഥലം, നിഫ്റ്റി ഫ്യൂച്ചർ വന്ന് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇടത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബയ്യിങ്ങായി നിഫ്റ്റി മുകളിലോട്ട് പോയ സ്ഥലങ്ങളാണ്. നല്ല ബയ്യിങ്ങായി മുകളിലോട്ട് പോയ സ്ഥലങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.